നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെള്ളിയാഴ്ചകളിൽ നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യാറുണ്ട്. എന്നാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പൗർണമി ദിവസവും അതുപോലെ തന്നെ രേവതി നക്ഷത്രം വരുന്ന ദിവസവും ലക്ഷ്മി പൂജ ചെയ്യുന്നത് വളരെയധികം നല്ല ഫലങ്ങൾ ലഭിക്കും എന്നുള്ളതിനെ കുറിച്ച്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രേവതി നക്ഷത്രത്തിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ ലക്ഷ്മി പൂജ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും, അതുപോലെ തന്നെ രേവതി നക്ഷത്രത്തിൽ നമ്മൾ ലക്ഷ്മി പൂജ ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ കുറിച്ചുമാണ്. ഇന്ന് ചെയ്ത ഗോപൂജയുടെ വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഗോപൂജ ചെയ്തിട്ടില്ലാത്തവർക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ഗോപൂജ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വീടിനടുത്ത് പശു ഉണ്ടെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഒരു കാമധേനുവിന്റെ വിഗ്രഹം വാങ്ങി വെച്ച് അതിന് പൂജ ചെയ്താൽ മതി. ഞാനിവിടെ ആദ്യം തന്നെ പശുവിന്റെ വാലിലും മുതുകിലും നെറ്റിയിലും മഞ്ഞൾ തേച്ച് എന്നിട്ട് അതിന് പുറത്ത് കുങ്കുമം കൊണ്ട് പൊട്ടിട്ട് കൊടുത്തു. പൊട്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം തന്നെ പശു ചാണകം ഇട്ടു. നമ്മുടെ വീടിന്റെ മുന്നിലായിട്ട് പശു വന്ന് ചാണകം ഇടുക എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയുടെ ഒരു അനുഗ്രഹം നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. പൂജ തുടങ്ങിയപ്പോൾ തന്നെ മഹാലക്ഷ്മിയുടെ ഒരു അനുഗ്രഹം ലഭിച്ചല്ലോ എന്ന് ഓർത്ത് സന്തോഷത്തോടു കൂടിയാണ് ബാക്കി പൂജകളൊക്കെ തന്നെ ചെയ്തത്. പൊട്ടിട്ടതിന് ശേഷം പിന്നീട് ചെയ്തത് 2 അഗർബത്തി എടുത്ത് ധൂപ ആരതിയും, പിന്നെ അത് കഴിഞ്ഞ് കർപ്പൂരം കൊണ്ട് ദീപ ആരതിയും എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പശുവിന് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ പഴം കൊടുത്തു, പിന്നെ ഒരു കുക്കുംബർ ഉണ്ടായിരുന്നു, അതും കൊടുത്തു. ഓൾറെഡി ഇന്നലെ തന്നെ ചെറുപയറ് കുറച്ച് ശർക്കരയും വെള്ളവും ഒക്കെ ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പശുവിന് ഭക്ഷണമായിട്ട് നൽകിയത്. പശു വളരെ ഇഷ്ടത്തോടു കൂടി അതെല്ലാം കഴിക്കുകയും ചെയ്തു. ഗോപൂജ നമുക്ക് എല്ലാ മാസവും വരുന്ന ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ചെയ്യേണ്ടത്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ നമ്മൾ ഗോപൂജ ചെയ്യുന്നത് വഴി നമുക്ക് എല്ലാ വിധത്തിലുമുള്ള ഐശ്വര്യവും അതുപോലെ നമ്മുടെ പാപങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സ് ഉള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഐഫോൺ യൂസേഴ്സിന് ജോയിൻ ബട്ടൺ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കമന്റ് ബോക്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് പറയുന്നത് ലക്ഷ്മി പൂജയെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് രേവതി നക്ഷത്രത്തിൽ നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, നമുക്ക് മൊത്തം 27 നക്ഷത്രങ്ങളാണുള്ളത്. ഈ 27 നക്ഷത്രങ്ങൾ 12 രാശികളിലായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മേടം രാശിയാണ്. മേടം രാശിയിലുള്ള നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗമാണ്. അതുപോലെ ഓരോ രാശിയിലും 3 നക്ഷത്രങ്ങളാണ് ഉള്ളത്. അവസാനത്തെ രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ്. മീനം രാശിയിൽ പൂരുരുട്ടാതി അവസാനത്തെ പാദവും ഉത്രട്ടാതി രേവതി നക്ഷത്രവുമാണ് ഉള്ളത്. മീനം രാശിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ രാശിയിൽ ശുക്രഗ്രഹം വളരെയധികം ആക്ടിവേറ്റ് ആണ്. അതായത് ശുക്രഗ്രഹത്തിന് വളരെയധികം ബലം കൂടുതലുള്ള ഒരു രാശിയാണ് ഈ മീനം രാശി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതിയുടെ അവസാന ഭാഗവും ഉത്രട്ടാതിയും രേവതിയും ഈ 3 നക്ഷത്ര ദിവസങ്ങളിൽ നമ്മൾ പൂജകൾ ചെയ്യുമ്പോൾ നമുക്ക് ശുക്രന്റെ അനുഗ്രഹം കൂടുതലായിട്ട് ലഭിക്കും. അതുകൊണ്ടാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ഗോപൂജ ചെയ്യുമ്പോൾ നമുക്ക് മറ്റു ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫലം നമുക്ക് ലഭിക്കും എന്ന് പറയുന്നതിന്റെ കാരണം. രേവതി നക്ഷത്രത്തിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നതിന്റെ റീസണും ഇത് തന്നെയാണ്. ശുക്രഗ്രഹത്തിന്റെ അനുഗ്രഹം നമുക്ക് കൂടുതലായിട്ട്, അതായത് മറ്റു വെള്ളിയാഴ്ചകളിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് രേവതി നക്ഷത്ര ദിവസം നമ്മൾ ലക്ഷ്മി പൂജ ചെയ്താൽ കിട്ടും. രേവതി നക്ഷത്രത്തിന്റെ ലക്കി സിംബലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 2 മീനുകൾ ഉള്ള ആ ഒരു സിംബലാണ് രേവതി നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യം നൽകുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന 2 മീനുകളുടെ ആ ഒരു സിൽവറിൽ ഉണ്ടാക്കിയ മീനുകളാണത്. 2 മീനുകളുടെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ സിൽവറിൽ 2 മീനുകളെ ഉണ്ടാക്കി നമ്മുടെ പൂജാമുറിയിൽ വെക്കുന്നത് നമുക്ക് ശുക്രന്റെ അനുഗ്രഹം കൂടുതലായിട്ട് ലഭിക്കും. അതായത് നമ്മുടെ ജീവിതത്തിലും ശുക്രൻ കൂടുതലായി ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും എല്ലാ വിധത്തിലുമുള്ള സുഖഭോഗങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ്. നമ്മൾ മനുഷ്യരെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത് സുഖമായി ജീവിക്കണം എന്നാണ്. സുഖമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്നവരാണെങ്കിൽ ശുക്രനെ ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ തന്നെ ഫാമിലിയായി കഴിയുന്നവരാണ്, എല്ലാ വിധത്തിലുമുള്ള സുഖങ്ങൾ ആഗ്രഹിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശുക്രന്റെ
ബലം വർദ്ധിക്കുന്നതിന് വേണ്ടി ശുക്രനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ തീർച്ചയായും ചെയ്യണം. മഹാലക്ഷ്മി പൂജ എന്ന് പറയുമ്പോൾ തന്നെ അഷ്ട ഐശ്വര്യങ്ങളും നൽകുന്ന പൂജയാണ് ലക്ഷ്മി പൂജ എന്ന് പറയുന്നത്. ഞാൻ എല്ലാ പൂജകളും ചെയ്യാറുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പൂജകൾ ചെയ്യുന്നത് ലക്ഷ്മി പൂജയാണ്. എന്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്കെല്ലാം തന്നെ അറിയാം, മഹാലക്ഷ്മിയെ എല്ലാ ദിവസവും ഞാൻ അലങ്കരിക്കാറുണ്ട്. എത്ര അലങ്കരിച്ചാലും എനിക്ക് മതിയാവാറുമില്ല. കാരണം മഹാലക്ഷ്മിയെ നമ്മൾ എത്രയധികം അലങ്കരിച്ച് എത്രയധികം സന്തോഷിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. രേവതി നക്ഷത്രത്തിൽ നമ്മൾ എന്തിനൊക്കെ വേണ്ടിയാണ് ലക്ഷ്മി പൂജ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്വർണമൊക്കെ പണയം വെച്ചിട്ടുണ്ട്. എപ്പോഴും സ്വർണം പണയം വെച്ച് തിരിച്ചെടുത്താലും വീണ്ടും സ്വർണം പണയത്തിലേക്ക് പോകും എന്നുള്ളവർക്ക് ഈ ഒരു ലക്ഷ്മി പൂജ രേവതി നക്ഷത്രത്തിൽ ചെയ്യുന്നത് വഴി അവരുടെ സ്വർണം അവരുടെ കയ്യിൽ തന്നെ ഇരിക്കും, പണയത്തിലേക്ക് പോകില്ല. മറ്റൊന്ന്, എപ്പോഴും നമുക്ക് ദേവിയുടെ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കും. മഹാലക്ഷ്മി കടാക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു കാര്യത്തിനും നമുക്ക് അല്ലലോ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഉണ്ടാകില്ല. എല്ലാവർക്കും വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു പൂജയാണ് രേവതി നക്ഷത്രത്തിൽ ചെയ്യുന്ന ലക്ഷ്മി പൂജ. മാസത്തിൽ ഒരിക്കൽ മാത്രമല്ലേ രേവതി നക്ഷത്രം വരാറുള്ളൂ. അപ്പോൾ രേവതി നക്ഷത്രം വരുന്ന സമയത്ത്, അതായത് അത് ചിലപ്പോൾ രാവിലെ ഉണ്ടെങ്കിൽ രാവിലെ ചെയ്യാം, അല്ലെങ്കിൽ സന്ധ്യയ്ക്കും ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ശുക്രഹോരയൊന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല. രേവതി നക്ഷത്രം എത്ര മണി മുതൽ എത്ര മണി വരെ ഉണ്ട് എന്ന് നോക്കി അതിനനുസരിച്ച് ചെയ്താൽ മതി. രേവതി നക്ഷത്രത്തിൽ ഞാൻ എങ്ങനെയാണ് ലക്ഷ്മി പൂജ ചെയ്യാറുള്ളത് എന്നുള്ള വീഡിയോ കൂടി ഞാനിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു വാഴയിലയാണ്. അപ്പോൾ മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ ഒക്കെ തന്നെ നമുക്ക് വെക്കാം. പക്ഷെ നമ്മളിവിടെ ഒരു താമരപ്പൂവിനെയാണ് മഹാലക്ഷ്മിയായി സങ്കല്പിച്ച് പൂജ ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം ഒരു വാഴയില എടുക്കുക. ചെറിയൊരു പീസ് വാഴയില മതി. ഇനി വാഴയില ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ്, ബ്രാസിന്റെ ഒരു പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് പച്ചരി, എല്ലാവരുടെ വീട്ടിലും പച്ചരി ഉണ്ടായിരിക്കുമല്ലോ, പച്ചരി അത് കുറച്ച് മതി, ഒരു നാഴി പച്ചരി ഇട്ടാൽ മതി. എന്നിട്ട് അതിന് പുറത്തായിട്ട് നമുക്ക് മുത്ത്, പവിഴം ഇതൊക്കെ ഉണ്ട് എങ്കിൽ ഇടാവുന്നതാണ്. ഇനി അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പവിഴത്തിന് പകരമായിട്ട് നമുക്ക് ഓറഞ്ച് കളറിൽ കുന്നിക്കുരു കിട്ടുമല്ലോ, അത് നമുക്ക് ഇടാവുന്നതാണ്. എന്റെ പൂജാമുറിയിൽ ചെറിയ ഒരു കിണ്ണത്തിൽ കുന്നിക്കുരു വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അതിൽ നിന്നൊരു 4 കുന്നിക്കുരു ഇട്ടാൽ മതി, പവിഴം ഇല്ല എന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോ അത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ നമുക്ക് പൂജ ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. അരിയുടെ പുറത്തായിട്ട് ഒരു താമരപ്പൂവാണ് വേണ്ടത്. ആ താമരപ്പൂവിനെയാണ് നമ്മൾ മഹാലക്ഷ്മിയായി കണ്ടുകൊണ്ട് പൂജ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് താമരപ്പൂ കിട്ടുകയേ ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് താമരപ്പൂ കിട്ടാത്തൊരു സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ, വാഴയില എടുത്ത് ആദ്യം തന്നെ 8 ഇതളുകളുള്ള ഒരു താമരയുടെ മാക്കോലം വരയ്ക്കണം. ഇപ്പോൾ നമ്മൾ തൃക്കാർത്തികയ്ക്ക് ലക്ഷ്മി പൂജ ചെയ്തപ്പോഴും ജനുവരി 1-ാം തീയതി ലക്ഷ്മി പൂജ ചെയ്തപ്പോഴും ഒക്കെ തന്നെ 8 ഇതളുകളുള്ള താമര വരച്ചാണല്ലോ ചെയ്തത്. അതേപോലെ തന്നെ ആ ഇലയുടെ പുറത്ത് ഒരേ ഒരു താമര 8 ഇതളുകൾ ഉള്ളത് വരച്ചിട്ട് അതിന് പുറത്ത് അരിയിട്ട്, എന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സ്വർണം, ചെറിയൊരു കോയിൻ ഉണ്ടെങ്കിൽ ആ കോയിൻ എടുക്കാം. അല്ല വേറൊന്നുമില്ല, നമ്മുടെ കമ്മലാണ് ഉള്ളതെങ്കിൽ ആ കമ്മൽ നല്ലതുപോലെ കഴുകി കുറച്ച് പനിനീരിലോ അല്ലെങ്കിൽ കുറച്ച് പാലിലോ, ഒരു സ്പൂൺ പാലൊഴിച്ച് അതൊന്ന് ശുദ്ധം ചെയ്തിട്ട് ആ അരിയുടെ പുറത്തായിട്ട് വെക്കണം. സ്വർണമേ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വെള്ളി കോയിൻ വെച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും തന്നെ ഒരു വെള്ളി കോയിൻ വാങ്ങിക്കാൻ സാധിക്കും. ഒരു 100 രൂപ കൊടുത്ത്, ഇനി വീട്ടിൽ വെള്ളി കോയിൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 100 രൂപ കൊടുത്ത് ഒരു വെള്ളി കോയിൻ വാങ്ങി വെക്കുക. വെള്ളി എന്ന് പറയുന്നത് ശുക്രന്റെ ലോഹമാണ്. നമ്മുടെ വീട്ടിൽ ഒരു പൊട്ട് വെള്ളിയെങ്കിലും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് വെള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും 100 രൂപയോ അല്ലെങ്കിൽ വലിയ കോയിൻ വേണമെന്നുള്ളവർക്ക് ഒരു 500 രൂപയോ കൊടുത്ത് നിർബന്ധമായും ഒരു വെള്ളി കോയിൻ വാങ്ങി വെക്കണം. പലരോടും ഒരു വെള്ളി കോയിൻ വാങ്ങി വെക്കണം എന്ന് പറയുമ്പോൾ പൈസ ഇല്ല എന്നൊക്കെയാണ് പറയാറുള്ളത്. നമ്മൾ എന്തിനൊക്കെ പൈസ അനാവശ്യമായി ചിലവാക്കി കളയാറുണ്ട്. നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും എന്തിനൊക്കെ നമ്മൾ പൈസ വെറുതെ അനാവശ്യമായി ചിലവാക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച നേടുന്നതിന് വേണ്ടി ഒരു 100 രൂപയോ ഒരു 500 രൂപയോ ചിലവാക്കി ഒരു വെള്ളി കോയിൻ വാങ്ങി വെക്കാൻ എന്തിനാണ് ഇത്രയധികം മടിയും ഇത്രയധികം ബുദ്ധിമുട്ടും മനസ്സിന് ഇത്രയധികം വിഷമവും ഒക്കെ തോന്നുന്നത്?
അപ്പോൾ ഒന്നുകിൽ നമ്മുടെ കമ്മലോ മൂക്കുത്തിയോ വളയോ, ഞാനൊരു വളയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വള ഞാൻ എപ്പോഴും ഈ ഒരു പൂജ ചെയ്യുന്നതിനായി മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം എപ്പോഴും നമ്മൾ കയ്യിലെടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് പനിനീരിലോ പാലിലോ ഒക്കെ കഴുകിയെടുക്കണം. അതുകൊണ്ട് ഞാനിത് സ്ഥിരമായിട്ട് ഈ പൂജ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു സ്വർണ്ണ വളയാണിത്. അപ്പോൾ നമ്മൾ അരിയിട്ടു, താമരപ്പൂ വെച്ചു. താമരപ്പൂ ഇല്ലാത്തവർ താമരയുടെ 8 ഇതളുള്ള ഒരു മാക്കോലം വരച്ചു. ഇനി നമുക്ക് അതിന് പുറത്തായിട്ട് സ്വർണമോ വെള്ളിയോ വെക്കുക. അടുത്തതായിട്ട് നമുക്ക് മഹാലക്ഷ്മി അഷ്ടോത്തരമാണ് ചൊല്ലേണ്ടത്. അതായത് ദേവിയുടെ 108 നാമങ്ങൾ ചൊല്ലിയാണ് നമ്മളിവിടെ അർച്ചന ചെയ്യേണ്ടത്. ഏറ്റവും നല്ലത് മുല്ലപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നതാണ്. ഇനി മുല്ലപ്പൂക്കൾ ഇല്ല എന്നുണ്ടെങ്കിൽ താമരപ്പൂവിന്റെ ഇതളുകൾ കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ്. ചെമ്പകം, കൊളുന്ത്, പിച്ചിപ്പൂ, കൂവളയില, അങ്ങനെ നമുക്ക് ഏതാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് അർച്ചന ചെയ്യാവുന്നതാണ്. ഇപ്പോൾ രേവതി നക്ഷത്രം എന്ന് പറയുന്നത് മാസത്തിൽ ഒരിക്കൽ മാത്രമേ വരികയുള്ളൂ. എല്ലായിടത്തും മുല്ലപ്പൂ കിട്ടും. തലേ ദിവസം തന്നെ പോയി മുല്ലപ്പൂ ഒക്കെ വാങ്ങിക്കൊണ്ട് വരിക. ഏതൊരു വസ്തു ആണെങ്കിലും നമുക്ക് വാങ്ങാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ വാങ്ങുക. ഒരിക്കലും അതിന് നമ്മൾ മടിപിടിച്ച് വാങ്ങാതിരിക്കരുത്. ഇനി എന്തെങ്കിലും കാരണവശാൽ ആ ഒരു വസ്തു നമുക്ക് കിട്ടുകയില്ല, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വസ്തു വാങ്ങാനുള്ള പണം നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതില്ലാതെ പൂജ ചെയ്യുക. കാരണം ദേവിക്ക് എല്ലാം അറിയാം. ദേവി നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമുക്ക് എത്തിച്ചു തരും. അപ്പൊ ഞാൻ താമസിക്കുന്നിടത്ത് താമരപ്പൂവൊന്നും അങ്ങനെ അധികമായി കിട്ടാറില്ലായിരുന്നു. വല്ലപ്പോഴും ഒക്കെയാണ് എനിക്ക് താമരപ്പൂക്കൾ കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ എപ്പോൾ താമരപ്പൂ കണ്ടാലും, എൻ്റെ പൂക്കാരി വല്ലപ്പോഴും ഒക്കെയാണ് താമരപ്പൂ കൊണ്ടുവരാറുള്ളത്. എപ്പോൾ പൂക്കാരിയുടെ കയ്യിൽ താമരപ്പൂ കണ്ടാലും ഞാൻ ഉടൻ തന്നെ അത് വാങ്ങുമായിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ പൂക്കാരിയുടെ അടുത്ത് പോകുമ്പോഴും താമര ഉണ്ടായിരിക്കണമേ എന്ന് വിചാരിച്ചു കൊണ്ടായിരിക്കും പോകുന്നത്. അവിടെ തീർച്ചയായും താമരപ്പൂ ഉണ്ടായിരിക്കും. നമ്മുടെ മനസ്സിന്റെ ആ ഒരു ആഗ്രഹം അവിടെ ദേവി സാധിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. താമരപ്പൂ കൊണ്ട് ദേവിയെ അലങ്കരിക്കണം, ദേവിയെ പൂജിക്കണം എന്നുള്ള നമ്മുടെ ആ ഒരു ആഗ്രഹം ദേവി കൂടെ നിന്ന് സാധിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ദേവിയെ എത്ര ഭംഗിയായി അലങ്കരിക്കാൻ സാധിക്കും അത്രയും ഭംഗിയായി അലങ്കരിക്കണം എന്ന് ആഗ്രഹിക്കുക. അങ്ങനെ അലങ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും എപ്പോഴും ദേവി ഒരുപാട് സൗഭാഗ്യങ്ങൾ തീർച്ചയായും നൽകിയിരിക്കും. അപ്പോൾ കുറച്ചുപേരുടെ മനസ്സിലെങ്കിലും ഒരു സംശയം തോന്നാം, ഞാൻ എപ്പോഴും മഹാലക്ഷ്മിയെ ഇത്രയധികം അലങ്കരിക്കാറുണ്ടല്ലോ, മഹാലക്ഷ്മി ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ടോ എന്ന്. തീർച്ചയായും ഒരുപാട് അനുഗ്രഹങ്ങൾ ദേവി എനിക്ക് നൽകുന്നുണ്ട്. ഞാൻ പോലും ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ദേവിയുടെ ആ ഒരു സൗഭാഗ്യങ്ങൾ എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ദേവിയെ അലങ്കരിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹവും എനിക്കുള്ളതും. ഇത് പറയാൻ കാരണം, ലക്ഷ്മി ദേവിക്ക് പൂജയ്ക്ക് വേണ്ടി താമരപ്പൂവോ മുല്ലപ്പൂവോ ഒക്കെ വാങ്ങുന്നതിൽ ഒരിക്കലും പിശുക്ക് കാട്ടാതിരിക്കുക. അങ്ങനെ പിശുക്ക് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും എല്ലാ കാര്യത്തിലും നമുക്ക് പിശുക്കി ജീവിക്കേണ്ടി വരും. ദേവിക്ക് നമ്മൾ ലാവിഷായിട്ട് എന്തെല്ലാം ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും ദേവി ലാവിഷായിട്ടായിരിക്കും അനുഗ്രഹങ്ങൾ നൽകുന്നത്. ഇത് പൂക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, ദേവിക്ക് സമർപ്പിക്കുന്ന നിവേദ്യത്തിലും നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാല് കാച്ചി വെച്ചാൽ മതി എന്ന്. അത് അവരവരുടെ സാമ്പത്തികത്തിനനുസരിച്ചാണ് പാല് കാച്ചി വെക്കേണ്ടത്. നമുക്ക് നട്ട്സും ബദാമും പിസ്റ്റയും ഒക്കെ വാങ്ങി വെക്കാനുള്ള സാമ്പത്തികം ദേവി തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ വെക്കണം. കാരണം ഓരോ പ്രാവശ്യവും നമ്മൾ ഇങ്ങനെയുള്ള വില കൂടിയ വസ്തുക്കൾ നിവേദ്യമായി സമർപ്പിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള അനുഗ്രഹങ്ങളും നമുക്ക് തീർച്ചയായും ലഭിച്ചിരിക്കും. ഇങ്ങനെ നിവേദ്യം വെച്ചിട്ട് ഉടൻ തന്നെ ദേവി എനിക്ക് അനുഗ്രഹങ്ങളൊന്നും തന്നില്ല എന്ന് മനസ്സിൽ വിചാരിക്കരുത്. നമ്മൾ ചെയ്യാനുള്ളത് സന്തോഷത്തോടുകൂടി ഭക്തിയോടുകൂടി ചെയ്യുക. അതിന്റെ ഫലം എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കും. ഞാനിവിടെ നിവേദ്യമായിട്ട് വെച്ചിട്ടുള്ളത് പഴവും മാതള അല്ലികളും പിന്നെ നട്ട്സ്, അതായത് അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്റ്റ, മുന്തിരി ഇതെല്ലാം കൂടി ഇട്ട് തേനൊഴിച്ചാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ വെച്ചത് പാൽപായസവും അതിനോടൊപ്പം തന്നെ പൈനാപ്പിൾ അരിഞ്ഞാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ലക്ഷ്മി പൂജയുടെ ഒക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, ഞാൻ എല്ലാ ലക്ഷ്മി പൂജകളിലും കഴിവതും പൈനാപ്പിൾ വെക്കാറുണ്ട്. മഹാലക്ഷ്മിക്ക് പൈനാപ്പിളും വളരെയധികം പ്രിയമുള്ള ഒരു നിവേദ്യമാണ്. അവൈലബിൾ ആയിട്ടുള്ള സമയത്ത്, ഇപ്പോൾ പൈനാപ്പിളിന്റെ ഒക്കെ സീസൺ ആണ്,
അപ്പോൾ നമുക്ക് പൈനാപ്പിൾ അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് എല്ലാ ദിവസവും ദേവിക്ക് വെക്കാമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ വെക്കാൻ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ദേവിക്ക് നിവേദ്യമായി വെച്ചിട്ട് പിന്നെ കുട്ടികൾക്ക് അതെടുത്ത് ജ്യൂസാക്കി കൊടുക്കാവുന്നതാണ്. ഈ ഒരു പൂജ ചെയ്യുമ്പോൾ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 2 മീനിന്റെ പടം വരയ്ക്കണം എന്നുള്ളതാണ്. അതായത് മാക്കോലമാണ് വരയ്ക്കേണ്ടത്. മാക്കോലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പച്ചരി അരച്ചെടുക്കുന്നതാണ് മാക്കോലം. അതല്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചും നമുക്ക് ഇതുപോലെ വരയ്ക്കാവുന്നതാണ്. 2 മീനുകൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇപ്പോൾ മീനം രാശിയുടെ ചിഹ്നം എന്ന് പറയുന്നത് 2 മീനുകളാണ്. അത് പക്ഷേ വേറൊരു ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ വരയ്ക്കുമ്പോൾ ഞാൻ ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ വേണം വരയ്ക്കേണ്ടത്. അതായത് 2 മീനിന്റെയും തല ഒന്നിച്ചും വാല് 2 ഭാഗത്തേക്കുമായിട്ട് വേണം വരയ്ക്കേണ്ടത്. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഈ നിവേദ്യങ്ങളെല്ലാം സമർപ്പിച്ചിട്ട് ദേവിക്ക് സമർപ്പിച്ചിട്ട് വീട്ടിലുള്ള കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കും കഴിക്കാവുന്നതാണ്. ഈ നിവേദ്യങ്ങൾ നമ്മൾ പുറത്ത് ആർക്കും തന്നെ കൊടുക്കാൻ പാടില്ല. അതാണ് ഈ പൂജയുടെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സാധാരണ നമ്മൾ പൂജകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പായസമൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് അടുത്തുള്ള വീടുകളിലൊക്കെ തന്നെ കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുക്കുകയും ചെയ്യണം എന്നാണ്. നവരാത്രിക്കൊക്കെ തന്നെ നമ്മൾ നവരാത്രി അതുപോലെ വരലക്ഷ്മി പൂജ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ വീട്ടിൽ ഉണ്ടാക്കുന്നത് അത് എല്ലാവർക്കും കൊടുക്കണമെന്നാണ്. എന്നാൽ ഈ ഒരു പൂജ ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കുന്ന നിവേദ്യം നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമാണ് കഴിക്കേണ്ടത്. ആ ഒരു സൗഭാഗ്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ മാത്രം കഴിക്കണം എന്ന് പറഞ്ഞത്. നാളെ ഇപ്പോൾ രേവതി നക്ഷത്രമാണ് വരുന്നത്. മാർച്ച് 2-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ മാർച്ച് 3-ാം തീയതി രാവിലെ 6:30 മണി വരെയും രേവതി നക്ഷത്രമുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ 9 മണി കഴിഞ്ഞിട്ട് ചെയ്യാം. 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നാളെ സന്ധ്യയ്ക്ക് ചെയ്യാം. അതിനും സാധിക്കില്ല എന്നുള്ളവർക്ക് തിങ്കളാഴ്ച ബ്രഹ്മമുഹൂർത്തത്തിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏത് സമയത്താണോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് ഈ ഒരു പൂജ ചെയ്യാൻ ശ്രമിക്കുക. തിങ്കളാഴ്ച 6:30-ക്ക് ശേഷം അശ്വതി നക്ഷത്രമാണ്. ഗണപതി കോവിലിൽ പോയി ചെയ്യേണ്ട വഴിപാടുകളെ കുറിച്ചൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മാസവും രേവതി നക്ഷത്രം കലണ്ടറിൽ നോക്കിയല്ല ചെയ്യേണ്ടത്. ദൃക്പഞ്ചാംഗിൽ കറക്റ്റ് ടൈം കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ടൈമിൽ നോക്കി രേവതി നക്ഷത്രം ഉള്ള സമയം നോക്കി വേണം ഇത് ചെയ്യേണ്ടത്. രേവതി നക്ഷത്രത്തിൽ ഇങ്ങനെ ഒരു താമരപ്പൂ വെച്ച് പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മിയുടെ പാദം വെച്ചും നമുക്ക് പൂജ ചെയ്യാം. മഹാലക്ഷ്മിയുടെ 2 പാദം വരച്ചോ അല്ലെങ്കിൽ വെള്ളിയിൽ കിട്ടുന്ന 2 പാദങ്ങൾ വെച്ചോ നമുക്ക് മഹാലക്ഷ്മിയുടെ പൂജ ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെയാണ് പൂജ ചെയ്തിരുന്നത്. അതിനുശേഷം എനിക്ക് മഹാലക്ഷ്മിയുടെ വെള്ളിയിലുള്ള 2 പാദങ്ങൾ വാങ്ങാനുള്ള ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മഹാലക്ഷ്മിയുടെ പാദങ്ങൾ വെച്ചാണ് പൂജ ചെയ്യാറുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.